Hi friends, welcome to Garam Masala, the magic spices of cooking. അണ്ടിപ്പുട്ട് അല്ലെങ്കിൽ അരിയുണ്ട. മലബാർ ഏരിയയിൽ അണ്ടിപ്പുട്ട് എന്ന പേരിൽ ഫേമസ് ആയ അരിയുണ്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: കാഷ്യൂനട്ട് റോ 500 ഗ്രാം അല്ലെങ്കിൽ പ്രോസസ് ചെയ്തത് 250 ഗ്രാം, പുഴുക്കലരി 1 കിലോ, ശർക്കരപ്പാനി 1/2 കിലോയുടേത്, തേങ്ങ 5 കപ്പ്. റോ കാഷ്യൂനട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനെ നമുക്ക് കനലിൽ ചുട്ടെടുക്കണം. പ്രോസസ്ഡ് കാഷ്യൂനട്ട് ആണെങ്കിൽ കാഷ്യൂനട്ടിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ കാഷ്യൂനട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ തോടിൽ നിന്ന് മാറ്റിയെടുക്കണം. അടുത്തതായി നമുക്ക് പുഴുക്കലരിയെ ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത പുഴുക്കലരിയാണിത്. ഇപ്പോൾ നമ്മുടെ അരി ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. നമ്മുടെ അരി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പൊടിച്ചെടുക്കാം. നൈസ് പൗഡറായിട്ടാണ് ഇതിനെ പൊടിച്ചെടുക്കേണ്ടത്. നമ്മുടെ പൊടിച്ചെടുത്തിട്ടുള്ള അരിയാണിത്. അടുത്തതായി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ശർക്കരപ്പാനിയിൽ നിന്ന് ഇംപ്യൂരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിച്ചു കളയണം. അതിനുശേഷം നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഏകദേശം 5 കപ്പ് തേങ്ങയാണിത്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അടുത്ത ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള അരിയുടെ പൊടി ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി അധികമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി അരി പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ മിക്സ് ചെയ്തതിനെ നമുക്ക് തണുപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരിയുണ്ട തയ്യാറാക്കാം. ഒരു കൈ മുഴുവനായി കോക്കനട്ട് റൈസ് മിക്സ്ചർ എടുത്തതിന് ശേഷം ഇതുപോലെ ഉരുട്ടിയെടുക്കണം. അങ്ങനെ നമ്മുടെ അരിയുണ്ട തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ അരിയുണ്ടയും ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി, ടേസ്റ്റി ആൻഡ് യമ്മി റൈസ് ബോൾസ് അല്ലെങ്കിൽ അണ്ടിപ്പുട്ട് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം. ഈ അരിയുണ്ട ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഒരുപാട് ദിവസം സൂക്ഷിക്കാം. താങ്ക് യു.